സുഹൃത്തുക്കളെ നമസ്കാരം. ഇത് ഞാനും അജിയേട്ടനും വെള്ളാട് പഴയ വില്ലേജ് ഓഫീസിൻ്റെ മുമ്പിലാണുള്ളത്. ഞാൻ ജെയ്സൺ ഡൊമിനിക്ക്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് എൻവയോൺമെൻറ്റ് മിഷൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിയാണ്. അതുപോലെ തന്നെ ഈ മേഖലയിലെ പൊതുവിഷയങ്ങളിൽ സജീവമായി പ്രതികരിക്കുന്ന ഇവിടെ കരുവഞ്ചാലിലെ ഓട്ടോ ഡ്രൈവർ കൂടിയായിട്ടുള്ള അജിയേട്ടൻ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും 1.5 വർഷത്തോളമായിട്ട് ഇവിടെ നിർമ്മാണത്തിലിരിക്കുന്ന എസ്റ്റിമേറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു പഴയ കെട്ടിടത്തിൻ്റെ മുമ്പിലാണ്. പുതിയ വില്ലേജ് ഓഫീസ് പണിയാൻ വേണ്ടി പ്രവർത്തനം അതിൻ്റെ അടുത്ത സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ്. ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. തൊട്ടടുത്തുള്ള പാലത്തിനക്കരയുള്ള സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് 50 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ട് 48 ലക്ഷം രൂപയ്ക്ക് ടെൻഡർ പാസ്സായി 1.5 വർഷമായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. അപ്പോൾ അത് കരാറുകാരൻ പറഞ്ഞിരിക്കുന്നത് ഈ പൈസയ്ക്ക് പറ്റില്ല. 48-ന് ടെൻഡർ എടുത്ത അതേ കരാറുകാരനാണ് പറയുന്നത് 58 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ അതായത് ഇതിൻ്റെ ഈ 7 സെൻറ്റ് സ്ഥലമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അജിയേട്ടന് പോകാനും തിരക്കുണ്ട്, ഞാൻ അജിയേട്ടനെ വിടാം. അപ്പോൾ 7 സെൻറ്റ് സ്ഥലത്ത് 8 ലക്ഷം രൂപയും കൂടി ഉണ്ടെങ്കിലാണ് ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് പുഴയുടെ തൊട്ടടുത്താണ് എന്നൊക്കെയുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നിർമ്മിതിയാണ്, കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രയാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ നിർമ്മിതി കേന്ദ്രം എന്ന് പറയുന്നത് 1989 അതായത് ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദപരവുമായിട്ടുള്ള നിർമ്മാണ സാങ്കേതിക വിദ്യ ജനങ്ങളെ പരിചയപ്പെടുത്താനും അതിൻ്റെ പ്രയോജനം ഗ്രാമപ്രദേശങ്ങളിലും ജനങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി സ്ഥാപിതമായിട്ടുള്ള ഒരു ഏജൻസിയാണ്, ഗവൺമെൻറ് ഏജൻസിയാണ് നിർമ്മിതി കേന്ദ്ര എന്ന് പറയുന്നത്. ആ നിർമ്മിതി കേന്ദ്ര 50 ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ട് 48 ലക്ഷം രൂപയ്ക്ക് അത് ടെൻഡർ കൊടുത്തിട്ട് ഇനി അത് പോരാ എന്ന് പറയാം. അത് ഏത് കരാറുകാരെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത്? അജേട്ടാ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ആവശ്യമില്ല, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എസ്റ്റിമേറ്റും കാര്യങ്ങളും അറിയാലോ. ഇത്ര രൂപക്ക് സ്ഥലം മേടിക്കണ്ട, സർക്കാരിന്റെ സ്ഥലത്തിന്റെ കെട്ടിടം പണിയുന്നത്. പിന്നെ ഇതിന്റെ ഇത്രയും പൈസ 30 ലക്ഷത്തിൽ കൂടുന്നത് 30-35 കൂടുന്നു ആവശ്യം വരുമല്ലോ. എങ്ങനെ കളിച്ചാലും ഇത് സർക്കാരിന്റെ നിർമ്മിതി കേന്ദ്രയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ചുമതല. അവര് വേറെ കരാറുകാരെ ഏൽപ്പിക്കാനാണെങ്കിൽ അവര് ആവശ്യമില്ല. അത് 1989 ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടുള്ള കെട്ടിട സാങ്കേതിക വിദ്യ, നിർമ്മാണ സാങ്കേതിക വിദ്യ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്ഥാപിതമായിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ്. അപ്പൊ അവിടെയുള്ള കുറെ ഉദ്യോഗസ്ഥന്മാര് എവിടെയോ കൂത്താട്ട് കൊളുത്തു. അത് കരുവഞ്ചാലിലോ ആലക്കോടോ കിടക്കുന്ന കരാറുകാർക്കാണെങ്കിൽ പിന്നെയും പറയാം. ഇത് എവിടെയൊക്കെ കിടക്കുന്ന കുത്തക കരാറുകാർക്ക് തുക കൂട്ടിക്കൊടുത്ത്, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നികുതി പണം പിരിച്ചിട്ടാണല്ലോ ഇത്. അതെ 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 അവർക്കും കൂടെ ഗുണമുള്ളത്. അതെ അതെ അറിയത്തില്ല എത്ര പൈസ ആവുന്നു. അതെ അതെ അതെ, എങ്ങനെ കളിച്ചാൽ 30-35 ലക്ഷത്തിൽ കൂടുതൽ ആവില്ല. സ്ഥലം മേടിച്ച് കളിച്ചാൽ തന്നെ. അതെ അതെ. അപ്പോൾ കോൺട്രാക്ടർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങോട്ട് കോൺട്രാക്ടർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു പരിപാടിയായിട്ട് ഇത് മാറാൻ വേണ്ടി പാടില്ല. അപ്പോൾ നമ്മൾ പറയുന്നത് ഇത് പിന്നെ ഒന്നുകിൽ ഈ എന്താണ് കാട്ടിലെ തടി തേവരടിയാണ്. സർക്കാരിൻ്റെ ഫണ്ട് എങ്ങനെയും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞിട്ട് കോൺട്രാക്ടർമാർക്ക് പണം തട്ടാനുള്ള ഒരു സംവിധാനമായി മാറ്റരുത്. ഇപ്പം മുമ്പ് എൻ്റെ ഒരു അറിവിലുള്ളൊരു കാര്യം പറയാം. ഒരു കോൺട്രാക്ടർ പറഞ്ഞു, എനിക്ക് 2 ലക്ഷം രൂപ നഷ്ടമാണ്. കാസർഗോഡുള്ള ഒരു കോൺട്രാക്ടറാണ്, ചട്ടഞ്ചാലിൻ്റെ. അയാൾ പറഞ്ഞു, എനിക്ക് 2 ലക്ഷം രൂപ നഷ്ടമാണ്. ഈ നഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇയാൾ 10 ലക്ഷം രൂപ ലാഭം പ്രതീക്ഷിച്ചത് 8 ലക്ഷമേ കിട്ടിയുള്ളൂ. ആ 8 ലക്ഷം കിട്ടിയത് 2 ലക്ഷം നഷ്ടമല്ലേ, 10 ലക്ഷം ലാഭം പ്രതീക്ഷിച്ചു. അപ്പോൾ അതാണ് കോൺട്രാക്റ്റുകാരൻ്റെ ലാഭം. ഞാനിത് പറയുമ്പോൾ നമുക്ക് സൗഹാർദ്ദമുള്ള കോൺട്രാക്റ്റുകാരും ഉണ്ട്. അപ്പോൾ ഇത് പറയുന്നത് പ്രാദേശികമായി ഏതെങ്കിലും പിന്നെ സംഘടിതമായിട്ടുള്ള തൊഴിലാളി ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഊരാളുകൾ പോലെയുള്ള സംവിധാനങ്ങൾ രൂപീകരിച്ചുകൊണ്ട് ഇത് അജിയേട്ടൻ പറഞ്ഞതുപോലെ ഒരു 35 ലക്ഷം രൂപയ്ക്ക് തീർക്കുക. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണെന്ന് പോലും അറിയില്ല. അറിയാൻ പറ്റിയത് 7 സെന്റ് സ്ഥലത്ത് എത്ര സ്ക്വയർ ഫീറ്റ് കെട്ടിടമാണ് പണിയാൻ പറ്റുക, അത് എത്ര നിലയാണ്, ഇതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല. ഇപ്പോൾ ഇവിടെ വില്ലേജ് അധികാരികൾക്കും അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല, അവർക്കും അത് പറയാൻ സാധിക്കില്ല. അപ്പോൾ നിർമ്മിതി കേന്ദ്ര ആര് കൊടുക്കുന്നു, ആരാണ് കോൺട്രാക്ടർ? അപ്പോൾ ഇത് കോൺട്രാക്ടർ, ഇത് ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത് കോൺട്രാക്ടർ പറഞ്ഞിരിക്കുന്നു ഇത്
ഉയർത്താൻ വേണ്ടിയിട്ട് 8 ലക്ഷം കൂടി അധികം വേണം. അപ്പോൾ ഇത് ടെൻഡർ വിളിക്കുന്ന സമയം 48 ലക്ഷം രൂപയ്ക്ക് ടെൻഡർ എടുക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന് അറിയില്ലേ? ഇനി സാങ്കേതിക അപ്പം ഒരു കാര്യം ചെയ്തു, അജയേട്ടൻ തിരക്കുണ്ട്. ആയിക്കോട്ടെ ഞാൻ 2 കാര്യം കൂടി പറഞ്ഞിട്ട് ആയിക്കോട്ടെ. ഓക്കെ, താങ്ക് യു കേട്ടോ അജയേട്ടാ. അപ്പോൾ ഇതാണ് സാങ്കേതികമായിട്ട് പറയാനുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ വെള്ളാട് വില്ലേജ് ഓഫീസിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കണം. അതിന് സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അത് ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. പിന്നെ ഇതിന് ചോദ്യം എന്ന് പറയുന്നത്, ഇത് എന്തിനാണ് പിന്നെ ഈ പറയുന്ന നിർമ്മിതി കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് കുറേ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് വേറെ കരാറുകാർക്ക് ഇവിടെ നിങ്ങൾക്ക് ലേലം വിളിച്ചു കൊടുക്കാനാണെങ്കിൽ പിന്നെ നിങ്ങളെന്തിനാണ് പ്രവർത്തിക്കുന്നത്? അതിനുള്ള പരിസ്ഥിതി സൗഹാർദ്ദപരമായിട്ടും ചെലവ് കുറഞ്ഞതുമായിട്ടുള്ള കെട്ടിട നിർമ്മാണ സാങ്കേതിക വിദ്യ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നിർമ്മിതി കേന്ദ്ര അത് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇവിടെ കോൺട്രാക്ടർമാരുടെ ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ തൊഴിലാളികൾ എല്ലാ A to Z പണി അറിയുന്ന തൊഴിലാളികൾ അവർക്ക് പിന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഈ 8 ലക്ഷം രൂപ വർദ്ധിപ്പിച്ചാൽ തന്നെ അതിൻ്റെ ബെനിഫിറ്റ് ഈ പണിയെടുക്കുന്നത് തൊഴിലാളികളല്ലേ, കോൺട്രാക്ടറല്ല. അപ്പോൾ ഇവിടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ടാണ്, അല്ലാണ്ട് ഈ ദൂരെ എവിടെ നിന്നും കൊണ്ടുവരുന്നതല്ല. ചെങ്കല്ലുണ്ട്, മറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കരികല്ലിൻ്റെ ഇതുണ്ട്, ഫൗണ്ടേഷൻ ഇടാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ട. അതിന് നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നല്ല. പക്ഷേ വയനാട്ടിലും കാസർഗോഡും ആർല ഫാമിലൊക്കെ ഈ നിർമ്മിതി കേന്ദ്രം നിർമ്മിച്ച പല കെട്ടിടങ്ങളുടെ അവസ്ഥ നമുക്കറിയാം. അത് കരാറുകാരെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ശുദ്ധമായ അഴിമതിയാണെന്നാണ് പറയാനുള്ളത്. കരാറുകാരെ ഏൽപ്പിക്കുക, അവർക്ക് തോന്നുന്ന രീതിയിൽ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുക, കാശ് തട്ടിക്കൊണ്ട് പോവുക. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും മേഖലയിലുള്ള അല്ലെങ്കിൽ ഏത് മേഖലയിലുള്ള ആളുകളായിക്കോട്ടെ, അങ്ങനെ കരാറുകാർക്ക് വൻതുകയ്ക്ക് നിങ്ങൾക്ക് ചെലവ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നടക്കാതെ, അതിനുള്ള ഒരു ബാർഗൈനിങ് പോലും നടക്കാതെ, കരാറുകാർ പറയുന്ന അടിസ്ഥാനത്തിൽ പറ്റുന്ന രീതിയിൽ തുക വർദ്ധിപ്പിച്ച് കൊടുക്കാനുള്ള ഒരു ഏജൻസി ആയിട്ട് നിർമ്മിതി കേന്ദ്ര അധപ്പതിച്ചു പോയി എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ അത്തരം ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത് പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. കാരണം ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ്. ജനങ്ങൾ പിന്നെ അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ സമൂഹത്തിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമായി ഗവൺമെൻറ്റിന് ലഭിക്കുന്ന നികുതി തുകയിൽ നിന്നാണ് ഈ പറഞ്ഞ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ സാധാരണ എല്ലാ ജനങ്ങളും എന്നാണ് പൊതുവിലാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കണം. ഇവിടുത്തെ കരാറുകാർക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു ഏജൻസി ആയിട്ട് നിർമ്മിതി കേന്ദ്രം അധപ്പതിക്കാൻ വേണ്ടി പാടില്ല. കരാറുകാരൻ അത് കൃത്യമായിട്ട് ഈ പറയുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റിനുള്ള വർക്കുകൾ പൂർത്തീകരിക്കുകയും വേണം. സാങ്കേതികമായിട്ട് ഏതെങ്കിലും രീതിയിൽ ഇത് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ശക്തമായ ജനങ്ങളെ കൃത്യമായി ബോധവൽക്കരിച്ചുകൊണ്ട് കൃത്യമായി സംഘടിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾ തയ്യാറാവും എന്നാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും നിങ്ങൾ പറയുന്നോ, മുഴുവൻ ആളുകളും ഇത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ബന്ധപ്പെട്ട അധികാരികളുടെ. കാരണം 1989 നിർമ്മിതി കേന്ദ്ര രൂപീകരിക്കപ്പെടുന്നത്. അത് രൂപീകരിച്ചതിൻ്റെ ഉദ്ദേശം ഞാൻ 2-3 ആവർത്തി പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനം ഇത്തരം പബ്ലിക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ വീടുകളായിക്കോട്ടെ മറ്റു രീതിയിലുള്ള സംവിധാനങ്ങളായിക്കോട്ടെ അത് കരാറുകാർക്ക് ദൂർത്തടിക്കാനുള്ള ഒരു സംവിധാനമായിട്ട് മാറ്റുന്നതാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ അത് അനുവദിക്കാൻ പറ്റില്ല. അത് പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്, ശുദ്ധമായ അഴിമതിയാണെന്നാണ് പറയാനുള്ളത്. ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും നല്ലവരായ മുഴുവൻ ആളുകളും ഈ വീഡിയോ ഷെയർ ചെയ്യണം. പരമാവധി അധികാരികളിലേക്ക് എത്തുന്ന രീതിയിൽ പ്രതിഷേധമായി തന്നെ ഇത് പരമാവധി ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.